അസ്സലാമു അലൈക്കും. ഇന്ന് രണ്ട് തരം റെസിപ്പികളാണ് കാണിക്കുന്നത്. ഒന്നൊരു റൈസും ഒന്നൊരു ചിക്കൻ കറിയും. അപ്പം റൈസിന് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അരിയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2-3 സവാളയും 2-3 ടൊമാറ്റോയും ഒരു ക്യാരറ്റും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിതൊരു ഉരുളിയിലാണ് വെക്കുന്നത്. ഒരു ഉരുളി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ പട്ട, വലിയ ജീരകം, ബേ ലീഫ് ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ടൊമാറ്റോ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ടൊമാറ്റോ റൈസാണ് ഞാനിവിടെ ചെയ്യുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ റൈസ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ ടൊമാറ്റോ റൈസിൽ ചില കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർക്കാറില്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് ഈ റൈസിന് നല്ല ഒരു മണം കിട്ടുന്നത്. പട്ടയും ജീരകവും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്, ബേ ലീഫും ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്നാൽ കൂടി ഒരല്പം ഗരം മസാലപ്പൊടിയും ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി, കുതിർത്തെടുത്ത അരി ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പൊക്കെ ഈ അരിയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ അരിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് ഈ മിക്സിയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൽ ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. എരിവ് വേണമെന്നവർക്ക് സാദാ മുളക് പൊടി ചേർക്കാവുന്നതാണ്, എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത് കാണിച്ചല്ല. ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 4 ഗ്ലാസ് വെള്ളം ചൂടാക്കിയാണ് ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരിയും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി നോക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ ടേസ്റ്റുള്ളൊരു റൈസാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. ഇത് കഴിക്കാൻ ഒരുപാട് കറികളൊന്നും ആവശ്യമില്ല. ഒരച്ചാറുണ്ടെങ്കിലും നമുക്ക് ടൊമാറ്റോ റൈസ് കഴിക്കാവുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും ടൊമാറ്റോ റൈസ് രാവിലെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. രാത്രി തന്നെ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ഉണ്ടാക്കി നമുക്കതിലിട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയും നമുക്ക് ടൊമാറ്റോ റൈസ് വെക്കാവുന്നതാണ്. ടൊമാറ്റോ റൈസ് നമുക്ക് പൊന്നിയരിയിലും വെക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. വെളിച്ചെണ്ണയും നെയ്യും ഒന്നും ഇല്ലാതെ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ വെജിറ്റബിൾ ഓയിൽ മാത്രം മതി. സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൊമാറ്റോ റൈസിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല അളവിൽ തന്നെ മല്ലിയില ചേർക്കണം. കാരണം മല്ലിപ്പൊടിയുടെയും മല്ലിയിലയുടെയൊക്കെ സ്വാദാണ് ടൊമാറ്റോ റൈസിന് മുന്തി നിൽക്കേണ്ടത്. അപ്പോഴാണ് ആ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഈ മല്ലിയില തട്ടിയ വശം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മേളിൽ വിതറി കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നന്നായിട്ട് മല്ലിയില ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുകയും ചെയ്യണം. ഇളക്കിയെടുത്ത ശേഷം വീണ്ടും നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങാം. അങ്ങനെ വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ടൊമാറ്റോ റൈസാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് കുറച്ച് ചിക്കൻ ഞാൻ വറുക്കാനെടുത്തതാണ്. അങ്ങനെ റൈസ് എല്ലാം നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയും മണവും ഗുണവും ഒക്കെ ഉള്ള ടൊമാറ്റോ റൈസാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ ഇത്രയിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. പുരട്ടിയെടുത്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 സവാള വലിയത് ഗ്രേറ്റ് ചെയ്തതാണ്. ഒരു 2 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4-5 ചെറുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്ന ഒരു പച്ചമുളകാണ്, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലും ചേർക്കുന്നത്. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷമാണ് ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലോട്ട് പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുക. ഒരു ബേ ലീഫും കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. നല്ല കുഴമ്പ് രൂപത്തിലാണ് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ചിക്കൻ കറി നമുക്ക് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അരിപ്പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ആ രീതിയിലാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് വഴണ്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വേണം ടൊമാറ്റോ ചേർക്കാൻ, എങ്കിലേ പെട്ടെന്ന് വഴണ്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് വഴണ്ട് ഒരുവിധം ഒന്ന് ഉടഞ്ഞ് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്ക് 2-3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതെല്ലാം ഒന്ന് 4 വശത്തോട്ടൊന്ന് വന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഈ നടുഭാഗത്ത് തന്നെ ചേർത്ത് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അരപ്പെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഈ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും വഴറ്റിയെടുക്കാം.
അങ്ങനെ നന്നായിട്ട് എല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരപ്പിൽ വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുമ്പേ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയ ശേഷം ഉടനെ തന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അപ്പോഴേക്കും എല്ലാ ഉപ്പും അരപ്പും ഒക്കെ പിടിച്ച് നന്നായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ അരപ്പിലിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറൊക്കെ കഴുകി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കാം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ ലോ ഫ്ലെയിമിലേ ഇടാവൂ. അല്ലെങ്കിൽ നമുക്ക് ഈ അരപ്പിൻ്റെ ഒരു തിക്നെസ് കാരണം നമുക്ക് ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി കുക്ക് ചെയ്തെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. എല്ലാ റൈസിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഗീ റൈസിൻ്റെ കൂടെയും ബിരിയാണി റൈസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് നാരങ്ങാ നീര് ചേർക്കാം. അങ്ങനെ വിനാഗിരിയും കൂടെ ചേർത്ത് ഇതെല്ലാം ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്ലെയിം വെച്ചേക്കുന്നത്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും മേളിൽ ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അങ്ങനെ വളരെയധികം രുചികരമായിട്ടുള്ള ചിക്കൻ കറിയും ടൊമാറ്റോ റൈസുമാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.